ഹായ് കൂട്ടുകാരെ, എല്ലാവരും ഇവിടെയുണ്ടോ? ഇന്ന് നമ്മൾ വലിയ വലിയ സമ്മാനങ്ങളെക്കുറിച്ചാണ് കേൾക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് സ്കൂളിലൊക്കെ സമ്മാനം കിട്ടാറില്ലേ? ഓട്ടത്തിലോ പാട്ടിലോ അല്ലെങ്കിൽ പഠിത്തത്തിലോ ഒക്കെ. അതുപോലെ നമ്മുടെ രാജ്യത്തും കേരളത്തിലൊക്കെ ഒരുപാട് പേർക്ക് വലിയ വലിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ വലിയ സമ്മാനങ്ങൾ കൊടുക്കും. അതിനെയാണ് നമ്മൾ അവാർഡുകളെന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനത്തെ കുറേ അവാർഡുകളെ പരിചയപ്പെടാൻ പോവാണ്. റെഡിയാണോ? ചെവി കൂർപ്പിച്ചിരുന്നോളൂ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബഹുമതി, അതായത് ഏറ്റവും വലിയ സമ്മാനം ഏതാണെന്നറിയാമോ? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. അത് ഭാരതരത്നയാണ്. ഭാരതരത്നം? അതെ, നമ്മുടെ രാജ്യത്തിനു വേണ്ടി ഒരുപാട് നല്ല കാര്യങ്ങള്, വലിയ വലിയ സേവനങ്ങൾ ചെയ്ത ആളുകൾക്ക് കൊടുക്കുന്നതാണ്. ശരിക്കും രാജ്യത്തിന്റെ ഒരു രത്നം പോലെയാണ് അവരെ കാണുന്നത്. കൊള്ളാം, ഭാരതത്തിന്റെ രത്നം. കൊള്ളാം. ഈ ഭാരതരത്ന ആദ്യമായിട്ട് ആർക്കൊക്കെയാണ് കിട്ടിയത്? ഒരാൾക്കാണോ? അല്ലല്ല, ആദ്യത്തെ തവണ, അതായത് 1954 3 പേർക്ക് ഒരുമിച്ചാണിത് നൽകിയത്. ഓഹോ, 3 പേർക്കോ? അതെ, നമ്മുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി പിന്നെ രാഷ്ട്രപതിയുമായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ടീച്ചേഴ്സ് ഡേ ഒക്കെ ആഘോഷിക്കുന്ന ആളല്ലേ? അതെ അതെ, അദ്ദേഹത്തിന്, പിന്നെ വലിയ ശാസ്ത്രജ്ഞനായ സി വി രാമൻ, പിന്നെ സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്ന സി രാജഗോപാലാചാരി. ഇവർ 3 പേർക്കും ഒരുമിച്ചാണ് 1954 കൊടുത്തത്. ഓഹോ, അപ്പൊ അത്രയും വലിയ ആളുകൾക്ക് കൊടുക്കുന്ന വലിയ ബഹുമതിയാണല്ലേ ഇത്? തീർച്ചയായും. ഇനി നമ്മുടെ രാജ്യത്തെ കാക്കുന്ന പട്ടാളക്കാർ, അവരുടെ ധൈര്യത്തിന് കൊടുക്കുന്ന ഏറ്റവും വലിയ ബഹുമതി എന്തായിരിക്കും? അത് പരംവീർ ചക്രയാണ്. പരംവീർ ചക്ര? അതെ, യുദ്ധത്തിലൊക്കെ ശത്രുക്കളുടെ മുന്നില് അസാമാന്യമായ ധൈര്യം കാണിക്കുന്നവർക്ക് കൊടുക്കുന്നതാണ്. ചിലപ്പോ സ്വന്തം ജീവൻ പോലും പണയം വെച്ച് പോരാടുന്ന ധീരന്മാർക്ക് ഏറ്റവും വലിയ സൈനിക ബഹുമതിയാണ് അത്. ഹോ, പരംവീർ ചക്ര കേൾക്കുമ്പോൾ തന്നെ ഒരു രോമാഞ്ചം വരുന്നു. ശരിയാണ്. ഇനി എല്ലാവർക്കും ഇഷ്ടമുള്ള സിനിമയുടെ കാര്യം പറയാം. സിനിമ കാണാറില്ലേ? അപ്പോ ഇന്ത്യൻ സിനിമയിലെ കൊടുക്കുന്ന ഏറ്റവും വലിയ അവാർഡ് ഏതാണ്? അത് ദാദാസാഹിബ് ഫാൽക്കെ അവാർഡാണ്. ദാദാസാഹിബ് ഫാൽക്കെ? അതെ, ഇന്ത്യൻ സിനിമയുടെ ഒരു തുടക്കക്കാരൻ അല്ലെങ്കിൽ പിതാവ് എന്നൊക്കെ വിളിക്കാം ദാദാസാഹിബ് ഫാൽക്കെ. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് ഈ അവാർഡ്. സിനിമയില് ജീവിതകാലം മുഴുവൻ വലിയ സംഭാവനകൾ നൽകിയവർക്കാണ് ഇത് കൊടുക്കുന്നത്. ഓ, അപ്പൊ അതാണ് സിനിമയിലെ ഏറ്റവും വലിയ അവാർഡ്. കൊള്ളാം. ഈ അവാർഡ് ആദ്യമായി കിട്ടിയ ഒരു വനിതയുണ്ടോ? ആരാണവർ? ഉണ്ട്, ദേവിക റാണി എന്ന പ്രശസ്തയായ ഒരു നടിയുണ്ടായിരുന്നു. ദേവിക റാണി? അതെ, അവർക്കാണ് ആദ്യമായി ഈ പുരസ്കാരം ലഭിച്ചത്. കൊള്ളാം. ഇനി നമുക്ക് പുസ്തകങ്ങളുടെയും എഴുത്തിന്റെയും ലോകത്തേക്കൊന്ന് പോയാലോ? കഥകളും കവിതകളും ഒക്കെ വായിക്കാൻ ഇഷ്ടമുള്ളവർ ഉണ്ടാവുമല്ലോ അല്ലേ? ഉണ്ടാവും. അപ്പോ ഇന്ത്യയിലെ എഴുത്തുകാർക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ പുരസ്കാരം, സാഹിത്യത്തിലെ ഏറ്റവും വലിയ അവാർഡ് ഏതാണ്? അത് ജ്ഞാനപീഠം. ജ്ഞാനപീഠം? അതെ, ജ്ഞാനപീഠം പുരസ്കാരം. ഇന്ത്യയിലെ അംഗീകൃത ഭാഷകളിൽ എഴുതുന്ന ഏറ്റവും നല്ല എഴുത്തുകാരെ ആദരിക്കാനാണ് ഈ പുരസ്കാരം. ഓ, ഈ വലിയ അവാർഡ് ജ്ഞാനപീഠം ആദ്യമായി കിട്ടിയൊരു മലയാളി കവിയുണ്ടോ? നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആർക്കെങ്കിലും കിട്ടിയിട്ടുണ്ടോ? കിട്ടിയിട്ടുണ്ട്. മലയാളികൾക്ക് ശരിക്കും അഭിമാനിക്കാം. ജി ശങ്കരക്കുറുപ്പ് എന്ന മഹാനായ കവി. ജി ശങ്കരക്കുറുപ്പ്? അതെ, അദ്ദേഹത്തിനാണ് മലയാളത്തിൽ നിന്ന് ആദ്യമായി ജ്ഞാനപീഠം ലഭിക്കുന്നത്. 1965 കേട്ടോ അത്. 1965? അദ്ദേഹത്തിന്റെ ഏത് പുസ്തകത്തിനായിരുന്നു? അദ്ദേഹത്തിന്റെ ഓടക്കുഴൽ എന്ന കവിതാ സമാഹാരത്തിനായിരുന്നു പുരസ്കാരം. ഓടക്കുഴൽ? നല്ല പേരാണല്ലോ. ഈ ജ്ഞാനപീഠത്തിന് സമ്മാനമായിട്ട് പൈസയൊക്കെ കിട്ടുമോ എന്തെങ്കിലും? പിന്നില്ലാതെ, നല്ല വലിയ തുകയാണ് സമ്മാനമായി കിട്ടുന്നത്. ആണോ? എത്ര? 11 ലക്ഷം രൂപ. 11 ലക്ഷം രൂപയോ? കൊള്ളാലോ. അപ്പോ എഴുത്തുകാർക്കും വലിയ അംഗീകാരവും സമ്മാനമൊക്കെ കിട്ടുമല്ലേ? തീർച്ചയായും. ഈ അടുത്ത കാലത്ത്, അതായത് 2024 ഈ ജ്ഞാനപീഠം കിട്ടിയതാർക്കാ? 2024 വിനോദ് കുമാർ ശുക്ല എന്ന ഹിന്ദി എഴുത്തുകാരനാണ് ജ്ഞാനപീഠം ലഭിച്ചത്. ഓക്കെ, അപ്പോ ജ്ഞാനപീഠം എന്ന് കേട്ടാൽ ഓർത്തോണം, അത് സാഹിത്യത്തിനുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ അവാർഡാണല്ലേ? അതെ, സാഹിത്യം, കഥ, കവിത, നോവൽ അങ്ങനെയുള്ള എഴുത്തുകൾക്കാണ് ഇത് നൽകുന്നത്. ഇനി നമ്മുടെ സ്വന്തം കേരളത്തിലേക്ക് വരാം. ഇന്ത്യയിൽ ജ്ഞാനപീഠം പോലെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ സാഹിത്യ പുരസ്കാരം ഏതാണ്? അത് എഴുത്തച്ഛൻ പുരസ്കാരമാണ്. എഴുത്തച്ഛൻ പുരസ്കാരം? അതെ, മലയാള ഭാഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആളല്ലേ തുഞ്ചത്തെഴുത്തച്ഛൻ. അദ്ദേഹത്തിന്റെ പേരിലുള്ള ഈ പുരസ്കാരമാണ് കേരള സർക്കാർ സാഹിത്യരംഗത്തെ സമഗ്ര സംഭാവനയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ ബഹുമതി. കൊള്ളാം, എഴുത്തച്ഛൻ പുരസ്കാരം. ഇതിന് എത്ര രൂപയാണ് സമ്മാനം? ജ്ഞാനപീഠത്തിന് 11 ലക്ഷം എന്ന് പറഞ്ഞല്ലോ, ഇതിനോ? എഴുത്തച്ഛൻ പുരസ്കാരത്തിന് 5 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. 5 ലക്ഷം? അതും വലിയ തുകയാണല്ലോ. 2024 ഈ എഴുത്തച്ഛൻ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? 2024 എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് പ്രശസ്തനായ എഴുത്തുകാരൻ NS മാധവനാണ്. NS മാധവൻ, ഓക്കെ. ഇനി കേരളത്തിലെ വേറെയും സാഹിത്യ അവാർഡുകളുണ്ട് അല്ലേ? വയലാർ അവാർഡ് എന്ന് കേട്ടിട്ടുണ്ട്. അതും എഴുത്തുകാർക്ക് കൊടുക്കുന്നതാണോ? അതെ അതെ, വയലാർ രാമവർമ്മയുടെ ഓർമ്മയ്ക്കായി നൽകുന്ന വയലാർ അവാർഡ്. അതും മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു സാഹിത്യ പുരസ്കാരമാണ് കേട്ടോ.
ഇത് ആദ്യമായി കിട്ടിയത് ആർക്കാണ്? ഇതാദ്യമായി ലഭിച്ചത് ലളിതാംബിക അന്തർജനം എന്ന എഴുത്തുകാരിക്കാണ്. ലളിതാംബിക അന്തർജനം. അതെ, അവരുടെ അഗ്നിസാക്ഷി എന്ന പ്രസിദ്ധമായ ഒരു നോവലുണ്ട്, അതിനാണ് കിട്ടിയത്. അഗ്നിസാക്ഷി, കൊള്ളാം. ഈ വയലാർ അവാർഡിന്റെ സമ്മാനത്തുക എത്രയാണ്? വയലാർ അവാർഡിന് 1 ലക്ഷം രൂപയാണ് സമ്മാനത്തുക. 1 ലക്ഷം രൂപ. 2024 ഈ അവാർഡ് കിട്ടിയത് ആർക്കാണ്? 2024 വയലാർ അവാർഡ് ലഭിച്ചത് അശോകൻ ചരുവിൽ എന്ന എഴുത്തുകാരനാണ്. ഓക്കെ. ഇനി നമ്മൾ നേരത്തെ ജി ശങ്കരക്കുറുപ്പിന് ജ്ഞാനപീഠം കിട്ടിയ കാര്യം പറഞ്ഞപ്പോൾ ഓടക്കുഴൽ എന്ന് കേട്ടല്ലോ. ആ പേരിൽ ഒരു അവാർഡുമുണ്ടല്ലേ, ഓടക്കുഴൽ അവാർഡ്? ഉണ്ട്. അത് ജി ശങ്കരക്കുറുപ്പ് തന്നെ ഏർപ്പെടുത്തിയതാണ്. ആണോ? അതെ, അദ്ദേഹത്തിന് ജ്ഞാനപീഠം കിട്ടിയപ്പോൾ ഒരു തുക കിട്ടിയല്ലോ. 11 ലക്ഷം. അതെ, ആ തുക ഉപയോഗിച്ചു തുടങ്ങിയ ഒരു ട്രസ്റ്റാണ് ഈ അവാർഡ് നൽകുന്നത്. മലയാളത്തിലെ നല്ല കൃതികൾക്കാണിത് കൊടുക്കുന്നത്. ഓ, ജി ശങ്കരക്കുറുപ്പ് തന്നെ തുടങ്ങിയ അവാർഡ്. കൊള്ളാം. അപ്പൊ ആദ്യത്തെ ഓടക്കുഴൽ പുരസ്കാരം ആർക്കാണ് കൊടുത്തത്? ആദ്യത്തെ ഓടക്കുഴൽ പുരസ്കാരം ലഭിച്ചത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ് എന്ന കവിക്കാണ്. വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പ്. ഈ അടുത്ത കാലത്ത് 2024 ഓടക്കുഴൽ അവാർഡ് കിട്ടിയത് ആർക്കാണ്? 2024 കെ അരവിന്ദാക്ഷൻ എന്ന എഴുത്തുകാരനാണ് ഓടക്കുഴൽ അവാർഡ് ലഭിച്ചത്. ഹോ, കേരളത്തിൽ സാഹിത്യത്തിന് എന്തോരം അവാർഡുകളാണല്ലേ. കൊള്ളാം. അപ്പോ ഒന്നുകൂടി ഓർക്കാൻ വേണ്ടി ചോദിക്കട്ടെ, മലയാളത്തിൽ ആദ്യമായി ജ്ഞാനപീഠം നേടിയ ആളാരായിരുന്നു? ഓർക്കുന്നുണ്ടോ കൂട്ടുകാരെ? ആരായിരുന്നു ആ ഓടക്കുഴലൊക്കെയുള്ളയാള്? അതെ, ജി ശങ്കരക്കുറുപ്പ്. മിടുക്കർ. ഇനി വേഗം ഒരു പുസ്തകത്തിന്റെ പേര് പറയാം. ദൈവദശകം. ഇതെഴുതിയത് ആരാണെന്നറിയാമോ? കേരളത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അത് ശ്രീനാരായണ ഗുരുവാണ്. കറക്റ്റ്. അദ്ദേഹം വലിയ കവിയായിരുന്നു, സാമൂഹിക പരിഷ്കർത്താവുമായിരുന്നു. ശരിയാണ്. ഇനി വേറെ ചില പുരസ്കാരങ്ങൾ വേഗം പറയാം. 2025 പാനത്താനം പുരസ്കാരം ലഭിച്ചത് പ്രൊഫസർ കെ.പി. ശങ്കരനാണ്. അതുപോലെ തുള്ളൽ പ്രസ്ഥാനമൊക്കെ തുടങ്ങിയ കുഞ്ചൻ നമ്പ്യാരുടെ പേരിൽ ഒരു പുരസ്കാരമുണ്ട്. അത് ആദ്യമായി ലഭിച്ചത് എം മുകുന്ദൻ എന്ന എഴുത്തുകാരനാണ്. ഓക്കെ. ഇനി കളിക്കാൻ ഇഷ്ടമുള്ളവർ കൈപൊക്കിക്കേ. സ്പോർട്സിലെ ഏറ്റവും വലിയ ഇന്ത്യൻ അവാർഡ് ഏതാണെന്നറിയണ്ടേ? അറിയണം. അത് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡാണ്. പണ്ടത്തെ രാജീവ് ഗാന്ധി ഖേൽരത്ന അവാർഡ് അല്ലേ? അതെ, ഹോക്കി മാന്ത്രികൻ ധ്യാൻചന്ദിന്റെ പേരിലുള്ള അവാർഡ്. 4 വർഷത്തെ മികച്ച പ്രകടനത്തിനാണ് ഇത് കൊടുക്കുന്നത്. ആദ്യമായി നേടിയ മലയാളി ആരാണെന്ന് പറയാമോ? അത് നമ്മുടെ കെ.എം. ബീനാമോള്. അതെ, കെ.എം. ബീനാമോൾ. അത്ലറ്റിക്സിൽ ഒരുപാട് മെഡലുകൾ നേടിയ താരം. ഓർത്തു വെക്കണേ. ഇനി കളിക്കാരെ പഠിപ്പിക്കുന്ന കോച്ചുമാരില്ലേ? ഉണ്ട്. അവർക്ക് കൊടുക്കുന്ന ഒരു വലിയ അവാർഡുണ്ട്. അതെന്താണ്? അതാണോ ദ്രോണാചാര്യ അവാർഡ്? അതെ, മഹാഭാരതത്തിലെ അർജുനന്റെ ഗുരുവായിരുന്നില്ലേ ദ്രോണാചാര്യർ? അദ്ദേഹത്തിന്റെ പേരിലാണ് ഈ അവാർഡ്, മികച്ച കോച്ചുമാർക്ക്. കൊള്ളാം. അപ്പോൾ അർജുന അവാർഡ് ആർക്കായിരിക്കും കൊടുക്കുക? അത് നല്ല ചോദ്യം. അർജുന അവാർഡ് മിടുക്കരായ കളിക്കാർക്ക്, അതായത് കായിക താരങ്ങൾക്ക് കൊടുക്കുന്നതാണ്. സ്ഥിരമായി നല്ല പ്രകടനം കാഴ്ചവെക്കുന്നവർക്ക്. ഖേൽരത്ന കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ടത് ഇതാണ് അല്ലേ? അതെ. ഇത്രയും കാര്യങ്ങൾ പഠിച്ചില്ലേ? നിങ്ങൾക്കിഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. തീർച്ചയായും. നമുക്ക് തുടർന്നാലോ? തുടരാം. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വരാം. കേരള സർക്കാർ നൽകുന്ന ഏറ്റവും വലിയ ബഹുമതി ഏതാണ്? അത് കേരള ജ്യോതി. ഭാരതരത്ന പോലെ കേരളത്തിലെ ഏറ്റവും വലിയ ബഹുമതി. അതെ. അത് കഴിഞ്ഞാൽ കേരളപ്രഭ, പിന്നെ കേരളശ്രീ, അങ്ങനെ 3 എണ്ണം. വിവിധ മേഖലകളിൽ വലിയ സംഭാവന നൽകിയവരെ ആദരിക്കാനാണ് ഇത്, അല്ലേ? അതെ. ഈ കേരള ജ്യോതി പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്കാണെന്നറിയാമോ? എം.ടി. വാസുദേവൻ നായർക്ക്. അതെ, നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട എഴുത്തുകാരൻ. 2024 കേരള ജ്യോതി പുരസ്കാരം നേടിയത് എം.കെ. സാനുവാണ്. അതുപോലെ 2024 കേരള പ്രഭ പുരസ്കാരം ഭുവനേശ്വരിക്ക്, കൃഷി, പിന്നെ ഡോക്ടർ എസ് സോമനാഥന് ISRO ചെയർമാൻ. ശരിയാണ്. ഇനി കേരളശ്രീ പുരസ്കാരങ്ങളെക്കുറിച്ച് നോക്കാം. 2024 ആരോഗ്യമേഖലയിലെ സംഭാവനയ്ക്ക് കേരളശ്രീ നേടിയതാരാണ്? ഡോക്ടർ ടി.കെ. ജയകുമാർ. വ്യവസായ വാണിജ്യ മേഖലയിലോ? വി.കെ. മാത്യൂസ്. കായിക മേഖലയിൽ 2024 കേരളശ്രീ പുരസ്കാരം നേടിയത് ആരാണ്? ക്രിക്കറ്റ് ഇഷ്ടമുള്ളവർക്ക് അറിയാമായിരിക്കും. നമ്മുടെ സ്വന്തം സഞ്ജു സാംസൺ. അതെ, സഞ്ജു. കാലിഗ്രാഫിക്ക് 2024 കേരളശ്രീ പുരസ്കാരം നേടിയത് ആരാ? നാരായണ ഭട്ടതിരി. മനോഹരമായി അക്ഷരങ്ങൾ എഴുതുന്ന കലയാണ് കാലിഗ്രഫി. ശരിയാണ്. സാമൂഹ്യ സേവനത്തിന് 2024 കേരളശ്രീ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? ഷൈജ ബേബി. അപ്പോ പല മേഖലകളിലെയും മികവിനെ സംസ്ഥാനം അംഗീകരിക്കുന്നുണ്ട്. തീർച്ചയായും. ഇനി കേരളത്തിലെ സിനിമയ്ക്ക് നൽകുന്ന ഏറ്റവും വലിയ പുരസ്കാരം ഏതാ? അത് ജെ.സി. ഡാനിയൽ പുരസ്കാരമാണ്. മലയാള സിനിമയുടെ പിതാവായ ജെ.സി. ഡാനിയലിന്റെ പേരിലുള്ള അവാർഡ്. അതെ, സമഗ്ര സംഭാവനയ്ക്കാണ് ഇതും കൊടുക്കുന്നത്. ഇതാദ്യമായി നേടിയതാരാണ്? ടി.ഇ. വാസുദേവൻ. ശരി.
കൃഷി ചെയ്യുന്നവരെ കണ്ടിട്ടില്ലേ? കേരളത്തിലെ ഏറ്റവും മികച്ച കർഷകന് നൽകുന്ന അവാർഡ് ഏതാണ്? കർഷകോത്തമ പുരസ്കാരം, ഉത്തമനായ കർഷകൻ. അതുപോലെ മികച്ച കർഷക വനിതയ്ക്ക് നൽകുന്ന അവാർഡ് കർഷക തിലകം. മികച്ച നാളികേര കർഷകന് നൽകുന്ന അവാർഡ് ഏതാണെന്നറിയോ? ഏതാണ്? കേരകേസരി. കേരം എന്നാൽ തേങ്ങയല്ലേ? തേങ്ങയുടെ രാജാവ് എന്നൊക്കെ പറയാം. കൊള്ളാം. ഇനി നമുക്ക് ലോകപ്രശസ്തമായ നോബൽ സമ്മാനത്തെക്കുറിച്ച് കേട്ടാലോ? ആ, നോബൽ പ്രൈസ്. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാരാണ്? അവകയൊരു ചെറിയ കാര്യം. രവീന്ദ്രനാഥ ടാഗോറിനാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യമായി നോബൽ കിട്ടിയത്. പക്ഷേ അത് സമാധാനത്തിനല്ല, സാഹിത്യത്തിനാണ്. 1913. ഓ, ശരിയാണ്. സാഹിത്യത്തിന്, ഗീതാഞ്ജലിക്ക് അല്ലേ? നമ്മുടെ ദേശീയ ഗാനം എഴുതിയ ആളാണ് ടാഗോർ. അതെ. അപ്പോ നോബൽ സമ്മാനം നേടിയ ആദ്യ ഇന്ത്യൻ വനിതയോ? അത് മദർ തെരേസയാണ്. അവർക്ക് സമാധാനത്തിനാണ് കിട്ടിയത്. ശരിയാണ്. പാവപ്പെട്ടവരെ ഒരുപാട് സഹായിച്ച മദർ തെരേസ. അവർ പിന്നീട് ഇന്ത്യൻ പൗരത്വം എടുത്തിരുന്നു. സമാധാനത്തിനുള്ള നോബൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്ക് കിട്ടിയത് ആർക്കാണെന്ന് ഓർക്കുന്നുണ്ടോ? മലാല യൂസഫ്സായി, പാകിസ്ഥാനിലെ പെൺകുട്ടി. അതെ, പെൺകുട്ടികളുടെ വിദ്യാഭ്യാസത്തിനു വേണ്ടി സംസാരിച്ച ധീരയായ പെൺകുട്ടി. ഇനി ഇന്ത്യക്കാരനല്ലാതെ ഭാരതരത്നം ലഭിച്ച ആദ്യ വ്യക്തി ആരാണ്? ഖാൻ അബ്ദുൽ ഖാഫർ ഖാൻ, അതിർത്തി ഗാന്ധി. അതെ, സിനിമയിലെ മറ്റൊരു വലിയ അവാർഡാണ് ഓസ്കാർ. ഓസ്കാർ അവാർഡ് നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരനാരാണ്? ഭാനു അത്തയ്യ. എന്തിനായിരുന്നു? ഗാന്ധി സിനിമയിലെ വസ്ത്രാലങ്കാരത്തിന്. കൊല്ലാം. ഓസ്കാർ കിട്ടിയ ആദ്യ മലയാളി ആരാണെന്നറിയോ? ആരാണ്? റസൂൽ പൂക്കുട്ടി. റസൂൽ പൂക്കുട്ടി ശബ്ദമിശ്രണത്തിനല്ലേ? സ്ലംഡോഗ് മില്യണയർ. അതെ. ഇനി പ്രകൃതിയെ സ്നേഹിക്കുന്നവർക്കു വേണ്ടിയുള്ള ഒരു അവാർഡ്. ലോകത്തിലെ ഏറ്റവും ഉയർന്ന പരിസ്ഥിതി പുരസ്കാരം ഏതാണ്? ബ്ലൂ പ്ലാനറ്റ് പ്രൈസ്. അതെ, നമ്മുടെ ഭൂമിയെ സംരക്ഷിക്കുന്നവർക്ക് കിട്ടുന്ന സമ്മാനം. ഏഷ്യയിലെ നോബൽ എന്നറിയപ്പെടുന്ന ഒരു പുരസ്കാരമുണ്ട്. അതെന്താണ്? മാക്സസെ അവാർഡ്. കൊള്ളാം. സ്കൂളുകൾക്കും കോളേജുകൾക്കുമൊക്കെ അവാർഡ് കിട്ടുമോ? ഇന്ത്യയിലെ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന പുരസ്കാരം ഏതാണ്? വിജ്ഞാന ശിരോമണി പുരസ്കാരം. കേരളീയ കലകൾക്ക് നൽകുന്ന പരമോന്നത പുരസ്കാരം ഏതാണ്? കഥകളി, മോഹിനിയാട്ടം പോലുള്ള കലകൾക്ക്. കേരളീയം പുരസ്കാരം. ഇനി മറ്റ് ചില സാഹിത്യ പുരസ്കാരങ്ങൾ കൂടി നോക്കാം. ആദ്യത്തെ ഓടക്കുഴൽ പുരസ്കാര ജേതാവാരാണ്? നേരത്തെ നമ്മൾ ജി ശങ്കരക്കുറുപ്പിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഓടക്കുഴൽ എന്ന് പറഞ്ഞിരുന്നു അല്ലേ? ഓടക്കുഴൽ അവാർഡ് ഏർപ്പെടുത്തിയത് ജി ശങ്കരക്കുറുപ്പാണ്. പക്ഷെ ആദ്യമായി അത് കിട്ടിയത് വെണ്ണിക്കുളം ഗോപാലക്കുറുപ്പിനോ? ഓ, അങ്ങനെയാണല്ലേ. 2024 ഓടക്കുഴൽ അവാർഡ് ജേതാവ് കെ അരവിന്ദാക്ഷനാണെന്നും കാണുന്നു. അതെ. 2025 ജ്ഞാനദാന പുരസ്കാരം നേടിയത് പ്രൊഫസർ കെ പി ശങ്കരൻ. ജ്ഞാനപീഠ പുരസ്കാരത്തിന്റെ തുക എത്രയാണെന്ന് ഒന്നുകൂടി ഉറപ്പിക്കാമോ? 11 ലക്ഷം രൂപ. ആദ്യത്തെ കുഞ്ചൻ നമ്പ്യാർ പുരസ്കാരം നേടിയത് ആരാണ്? തുള്ളൽ പ്രസ്ഥാനത്തിന്റെ ഉപജ്ഞാതാവാണ് കുഞ്ചൻ നമ്പ്യാർ. എം മുകുന്ദൻ. 2025 ONV സാഹിത്യ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? പ്രഭാവർമ്മ. പത്മഭൂഷൺ പുരസ്കാരം ലഭിച്ച ആദ്യ മലയാളി ആരാണ്? ഇതും വലിയൊരു ബഹുമതിയാണ്. വള്ളത്തോൾ നാരായണ മേനോൻ. ഗാന്ധിജിയുടെ സ്വപ്നമായിരുന്ന ഗ്രാമസ്വരാജിന്റെ ഓർമ്മയ്ക്കായി ഏർപ്പെടുത്തിയ അവാർഡ് ഏതാണ്? സ്വരാജ് ട്രോഫി. ഇത് കേരളത്തിലെ മികച്ച പഞ്ചായത്തുകൾക്ക് നൽകുന്ന അംഗീകാരമാണ്. കൊള്ളാം. കേരളത്തിൽ സ്ത്രീ ശാക്തീകരണ രംഗത്തെ മികവിന് വനിതകൾക്ക് ഏർപ്പെടുത്തിയ പുരസ്കാരത്തിന്റെ പേരെന്താണ്? ദാക്ഷായണി വേലായുധൻ പുരസ്കാരം. ശുചിത്വത്തിന് ഗ്രാമീണ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന അവാർഡ് ഏതാണ്? നമ്മുടെ നാട് വൃത്തിയായി സൂക്ഷിക്കുന്നതിന് കിട്ടുന്ന സമ്മാനം. നിർമ്മൽ ഗ്രാമ പുരസ്കാർ. അവസാനമായി ദൈവദശകം എന്ന കൃതി എഴുതിയത് ആരാണെന്ന് കൂട്ടുകാർക്കറിയാമോ? അത് ശ്രീനാരായണ ഗുരുവാണ്. എന്തോരം അവാർഡുകൾ, എന്തോരം കാര്യങ്ങൾ നമ്മൾ ഇന്ന് പഠിച്ചു അല്ലേ? അപ്പോൾ അടുത്ത തവണ പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ. ബൈ ബൈ.